പ്രഥമ ദൃഷ്ടിയ വളരെ ചെറുതെന്നും ഇൻസിഗ്നിഫിക്കന്റ് എന്നും തോന്നാവുന്ന ചില വിഷയങ്ങളെങ്കിലും പൊതുസമൂഹത്തിന്റെ വ്യാപകമായ ശ്രദ്ധ ആകർഷിക്കും. ദിവസങ്ങളോളം, ഒരുപക്ഷെ മാസങ്ങളോളം ഈ വിഷയം നിന്ന് കത്തുന്ന, ജനമനസ്സുകളിൽ മായാതെ കിടക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് ശ്രീമതി ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട ബസ് ഡ്രൈവറും ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയം. ആ വിഷയത്തിലെ പുതിയ വഴിത്തിരിവുകൾ അതെങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനെയും ഭരിക്കുന്ന പാർട്ടിയായ CPM-നെയും എല്ലാം ബാധിക്കുന്നതെന്നും ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങളാണ് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മലയാളിയുടെ മനസ്സിൽ ഉണ്ടാകുന്നത് എന്നും മനുഷ്യാവകാശ വിഷയങ്ങൾ ഇതിൽ എങ്ങനെയാണ് അന്തർലീനമായിരിക്കുന്നതെന്നും ഉള്ള ഒരു കാര്യമാണ്. അല്ലാതെ ആ സംഭവത്തിന്റെ വിവരണമല്ല. ആ സംഭവത്തിന്റെ വിവരണം പലയാവർത്തി വിവിധ ചാനലുകൾ വിവിധങ്ങളായ രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി കേരള സമൂഹം വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ആ സംഭവത്തിന്റെ നാൾവഴികൾ ഞാൻ ഒഴിവാക്കുന്നു. പക്ഷെ ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന ചില പുതിയ സമവാക്യങ്ങൾ, പുതിയ മനസ്സുകൾ, രാഷ്ട്രീയ മനസ്സിന്റെ ഒരു രൂപാന്തരം, അത് മാത്രമാണ് ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കാവുന്നത്. ശ്രീമതി ആര്യ രാജേന്ദ്രൻ എന്ന സ്പീക്കർ CPM-ന്റെ യുവ കൗൺസിലറാണ്. വളരെ ചെറിയ പ്രായത്തിൽ CPM വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ വലിയ നേതൃസ്ഥാനത്തേക്ക് നിയോഗിച്ച ഒരു പശ്ചാത്തലവുമുണ്ട്. അതൊരു പക്ഷെ CPM-ന് മാത്രം കഴിയുന്നതാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രം കഴിയുന്നതാണ്. ഒരിക്കലും ആ പ്രായത്തിലുള്ള ഒരാളെ മറ്റൊരു പാർട്ടിയും ഒരു പക്ഷേ ഇത്രയും സങ്കീർണമായ ഒരു പൊസിഷനിലേക്ക്, ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് പരിഗണിക്കുന്നത് അപൂർവമാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, അപൂർവമാണ്. പക്ഷെ അതിന് CPM-ന് ഫുൾ മാർക്ക് കൊടുക്കണം. പക്ഷേ ആ പ്രതീക്ഷയോടൊപ്പം ആര്യ രാജേന്ദ്രന് വളരാൻ കഴിയുന്നില്ല എങ്കിൽ സ്വന്തം തെറ്റുകൾ പഠിക്കാൻ, വീഴ്ചകൾ പഠിക്കാൻ, അത് വീഴ്ചയാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ പഠിക്കാൻ തയ്യാറാകുന്ന പാർട്ടി എന്ന നിലയിൽ വളരെ പ്രോംപ്റ്റായി എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തില്ല? ആര്യ രാജേന്ദ്രനെ സ്പീക്കർ സ്ഥാനത്ത്, മേയർ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്നല്ല ഞാൻ പറയുന്നത്. അതല്ല സജഷൻ. മറിച്ച് എന്തു തരം പ്രതിരോധമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരുക്കിയത്? ആ പ്രതിരോധത്തെ ജനങ്ങൾ എങ്ങനെയാണ് കണ്ടത്? അതിലൊരു പ്രതിരോധം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡ്രൈവർ യദുവിന്റെ വാദഗതികളെ എല്ലാം തന്നെ ഖണ്ഡിക്കുന്ന ആദ്യ സമീപനം. ആ സമീപനം ആദ്യ റൗണ്ടിൽ തന്നെ ചീറ്റി. കാരണം ഈ കാർ ഓവർടേക്ക് ചെയ്ത ഇടതു വശത്തൂടെയാണെന്നും കാറ് വട്ടം കുറുകെ ഇട്ടു എന്നും എല്ലാം ദൃശ്യങ്ങളിലൂടെ വ്യക്തമായ സ്ഥിതിക്ക് ആ വാദങ്ങളെല്ലാം തെറ്റി. അത് മാത്രമല്ല, മെമ്മറി കാർഡ് ക്യാമറയിൽ നിന്നും നഷ്ടപ്പെടുന്നത് കേവലം യാദൃച്ഛികമാണെന്ന് ഭൂമി മലയാളത്തിൽ ആരും വിശ്വസിക്കില്ല, അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. ഇതിന് പിന്നിൽ ചില ചിന്തകളുണ്ട്, ചില പ്രത്യേക സ്ഥാപിത താല്പര്യക്കാരുണ്ട്. അവിടെയും സംശയത്തിന്റെ മുന ഈ പറയുന്ന CPM-ലേക്കും അല്ലെങ്കിൽ അവരുടെ തൊഴിലാളി വിഭാഗങ്ങളിലേക്കും, അല്ല എങ്കിൽ ഒരുപക്ഷെ ആര്യ രാജേന്ദ്രനുമായി അടുപ്പമുള്ള ആളുകളിലേക്ക് നീങ്ങുകയാണ്. അതാണ് കേരള സമൂഹം പൊതുവെ ചിന്തിക്കുന്ന, അല്ലാതെ ചിന്തിക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ടാവാം. അതൊരു പാർട്ടി ക്ലാസ് തന്നെയാണ്. ഇവിടെ ഉയരുന്ന അടിസ്ഥാനപരമായ ചോദ്യം സ്ട്രക്ചറൽ വയലൻസിന്റെ ചോദ്യമാണ്. അതായത് ഒരു വശത്ത് അസംഘടിതമായ ഒരു ജനസാമാന്യത്തിന്റെ ഹതഭാഗ്യനായ പ്രതിനിധിയായി യദു എന്ന വ്യക്തി അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ഏറെ ചാബല്യങ്ങൾ ഉണ്ടാകാം, അദ്ദേഹം ഒരുപക്ഷെ മൊബൈൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാകാം, അത് ഗുരുതരമായ ഒഫൻസ് ആണ്, അതിന് പണിഷ് ചെയ്യണം. ആ പണിഷ്മെന്റ് ഇതുമായി കൂട്ടിക്കുഴയ്ക്കരുത്. ഈ സംഭവമായും രാത്രി 10:30 മണിക്ക് പാളയത്ത് വെച്ച് നടന്ന ബസ് തടയൽ സംഭവമായി കൂട്ടി വായിക്കേണ്ടതില്ല. അത് വേറെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനേക യാത്രക്കാരുടെ ഒരു ഭാവിയാണ്, സുരക്ഷയാണ് അദ്ദേഹത്തിന്റെ കൈകളിൽ, വളയം പിടിക്കുന്ന കൈകളിലുള്ളത്. അത് തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. അദ്ദേഹം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി സമയത്ത് അത് വേറിട്ട് കാണണം. ഈ വിഷയത്തിൽ യദു എന്ന വ്യക്തി, അദ്ദേഹം ഹതഭാഗ്യരായ, നിസ്സഹായരായ പൊതുസമൂഹത്തിന്റെ ഒരു ഭാഗമാണ്. ഞാനോ എന്നെ കേൾക്കുന്ന നിങ്ങളോ ഒക്കെ ഇതുപോലെ ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സംഭവിക്കാം. അധികാരവർഗത്തിന്റെ പ്രതീകമായ ശ്രീമതി ആര്യ രാജേന്ദ്രനെയോ അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA പോലെയോ ആളുകൾ മറുഭാഗത്തും നിന്നുകൊണ്ട് ഒരു നിയമയുദ്ധത്തിലേക്ക് നീളുകയാണെങ്കിൽ സർക്കാരിന്റെയും പോലീസ് സംവിധാനത്തിന്റെയും ഔപചാരികമായ എല്ലാ ഘടനകളുടെയും പിൻബലം ഒരു വ്യക്തിക്ക് മാത്രം ലഭിക്കുന്നു. ഈ ഉദ്യോഗസ്ഥ മേധാവിയാകട്ടെ, രാഷ്ട്രീയ നേതാവാകട്ടെ, മേയറാകട്ടെ അവിടെ ലഭിക്കുന്നു. ഇവിടെ യദുവിനെ പോലെ ഒരാൾ, അദ്ദേഹം താൽക്കാലിക ഡ്രൈവർ മാത്രമാണ്. അദ്ദേഹം KSRTC-യുടെ സ്ഥിരം ജീവനക്കാരൻ പോലുമല്ല. അദ്ദേഹം എംപാനൽ ഡ്രൈവറാണ്.
അങ്ങനെ ഒരാളിനെ ഓൺ ചെയ്യാൻ KSRTC പോലും ഒരുപക്ഷെ തയ്യാറാവില്ല. ഇപ്പൊ ഭാഗികമായി KSRTC ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അനുകൂലമായ ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട്. വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ചില പ്രസ്താവനകൾ വന്നു എന്നതിൽ പരം യഥാർത്ഥ നിയമ പോരാട്ടം വരുമ്പോൾ അത് കോടതി അവിടെ ഇടപെടേണ്ടി വരുന്നു. പോലീസ് FIR തയ്യാറാക്കാനോ പോലീസ് പരാതി സ്വീകരിക്കാനോ യദുവിന്റെ ഭാഗത്തു നിന്നുള്ള പരാതി സ്വീകരിക്കാനോ മറ്റു പരാതികൾ സ്വീകരിക്കാനോ തയ്യാറാവാതെ മറുഭാഗത്ത് MLA-യുടെയും മേയറുടെയും പരാതി സ്വീകരിച്ചുകൊണ്ട് ഏകപക്ഷീയമായി മുന്നോട്ട് പോയപ്പോൾ ഇവിടെ നീതിന്യായ സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചു. കോടതി നിർദ്ദേശം നൽകിയതനുസരിച്ച് കന്റോൺമെന്റ് പോലീസിന് കേസ് എടുക്കേണ്ടി വന്നു. ഇപ്പോൾ ആര്യ രാജേന്ദ്രനെതിരെയും ഭർത്താവ് സച്ചിൻ ദേവിനെതിരെയും കേസ് എടുക്കേണ്ടി വന്ന ഒരവസരമാണ്. ഇവിടെ ശുഭോദർക്കമായ ഒരു കാര്യമുണ്ട്. കാരണം ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നത് ലെജിസ്ലേച്ചറാണ്, നിയമസഭയാണ്. നിയമസഭയിലെ ഭൂരിപക്ഷ കക്ഷിയുടെ നേതാവിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നു. അദ്ദേഹം മന്ത്രിസഭ ഉണ്ടാക്കുന്നു, ഭരണം നടത്തുന്നു, ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഭരണം നടത്തുന്നു. അത് എക്സിക്യൂട്ടീവാണ്. എന്നാൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കാത്ത കോടതിയുടെ ഭാഗത്ത് നിന്നാണ് ന്യായം വരുന്നത്, നീതി വരുന്നത്. ജനങ്ങൾക്ക് ലെജിസ്ലേച്ചറിലോ MLA-മാരിലോ MP-മാരിലോ മന്ത്രിമാരിലോ ഉദ്യോഗസ്ഥന്മാരിലോ വിശ്വാസമുള്ളതുകൊണ്ടല്ല ഈ രാജ്യത്ത് നിയമവാഴ്ച നിൽക്കുന്നത്, ജനം ഇളകാതെ നിൽക്കുന്ന, മറിച്ച് ആത്യന്തികമായി നീതി കോടതിയിൽ നിന്ന് ലഭിക്കും എന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ്. പലപ്പോഴും നമുക്ക് അനുകൂലമായ വിധികൾ കോടതിയിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ കോടതിയെ കുറ്റം പറയുന്ന അനേകരുണ്ട്. പക്ഷെ അത് മറ്റൊരു ഭാഗം. എങ്കിലും കോടതി സംവിധാനത്തിലുള്ള വിശ്വാസം അതാണ് രാജ്യത്തെയും ഒരു ജനതയെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് കോടതി സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയും കേസ് എടുക്കാൻ വിധിക്കപ്പെടുകയും ചെയ്തു. ദുർബലമായ വകുപ്പുകളാണെങ്കിൽ പോലും, ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെങ്കിൽ പോലും കേസ് എടുക്കുകയും ചെയ്തു. പക്ഷെ ഇതൊരു രാഷ്ട്രീയ സൂചനയായി CPM-നെ സംബന്ധിച്ചിടത്തോളം ചുവരെഴുത്താണ്, കാലത്തിന്റെ ചുവരെഴുത്താണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ CPM-ന് നഷ്ടപ്പെട്ടു പോകുന്ന, ജനമനസ്സുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അംഗീകാരം വളരെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വിവിധ ജനവിഭാഗങ്ങൾ CPM-നെ കാണുന്നത്. ഒരു വിമോചനത്തിന്റെ, ഒരു പോരാട്ടത്തിന്റെ, വിമോചനത്തിന്റെ, പുരോഗതിയുടെ, പുരോഗമനവാദത്തിന്റെ ഒക്കെ ഒരു വക്താക്കളായ CPM ആ പുരോഗമനം മുഴുവൻ അഴിച്ചുവെച്ചതിന് ശേഷം ചില വ്യക്തികളുടെ ഈ ഇഡിയോസിൻക്രസീസ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ, ന്യായീകരിക്കാൻ പോകുമ്പോൾ ജനമനസ്സുകളിൽ ഉണ്ടാകുന്ന ഒരു അവമതി, അതൊരു സൂചനയായി കാണണം. ഒരുപക്ഷെ രാഷ്ട്രീയമായി ഇത് ഉരുണ്ടുകൂടുന്നത് വലിയ പ്രത്യാഘാതങ്ങളാണ്. കോർപ്പറേഷനിൽ ഇന്നത്തെ ദിവസം BJP കോർപ്പറേഷൻ സമ്മേളനം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഇനി കോർപ്പറേഷൻ സമ്മേളനങ്ങൾ സുഗമമായി സ്പീക്കറിന്റെ, ചെയർപേഴ്സന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട്, മേയറുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് സുഗമമായി കോർപ്പറേഷൻ ഭരണം നടത്താൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കൂടിയാണ് വരുന്നത്. ആത്യന്തികമായി ഇവിടെ സഫർ ചെയ്യുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു വൈറ്റാലിറ്റിയാണ് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വിഷയമാണ് ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയം. ഓർക്കുക, ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എല്ലാ മനസ്സുകളെയും ഒരു തൊഴിലുണർത്ത് പാട്ടാണ്. ഇന്ന് യദു എന്ന ഡ്രൈവർക്ക് സംഭവിക്കുന്നു, നാളെ അത് നമ്മളിൽ ഓരോരുത്തർക്കും സംഭവിക്കാം. അത് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ യദുവിനെ ഓർത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ വിഷയം നടന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷവും ഈ വിഷയം ജനമനസ്സുകളിൽ മാഞ്ഞു പോകാതെ നിൽക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാവണം.